കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ധർമ്മം മീനാക്ഷിയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു, അതെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണ. അല്ല എന്താ ധർമ്മമ്മ, എന്താ കാര്യം ചോദിക്കുകയാണ്. അതെ എനിക്കെന്തോ ആരിന്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവത്തിൽ എന്തൊക്കെ ഒരു പ്രത്യേകതകൾ തോന്നുവാന്ന് പറയണ. അല്ല എന്ത് പറ്റി? അല്ല ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആരിന് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി, എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നിയെന്ന് പറയാണ്. മുമ്പത്തെ പോലെ ഒന്നും അല്ല ആരിന്റെ പെരുമാറ്റം, ആരെയോ ഭയക്കുന്ന പോലെ എനിക്ക് തോന്നണമെന്ന് പറയാണ്. ഇത് കേട്ടതും മീനാക്ഷി പെട്ടെന്ന് ചോദിച്ചു, അല്ല അതിപ്പം മാമന് തന്ന കാരണം എന്താ? അവന്റെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് മീനാക്ഷി, അതെന്താന്ന് മാത്രം എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞില്ല. ഞാൻ മിത്രയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു, പക്ഷെ അവൾക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാണ്. അല്ല അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ശരിക്കും ചോദിക്കാൻ വല്ലായിരുന്നോ? ഞാൻ ചോദിക്കാൻ തന്നെ മാക്സിമം ചോദിച്ചു, പക്ഷെ അവനൊന്നും തുറന്നു പറയാനായിട്ട് കൂട്ടാക്കുന്നില്ല. എന്തോ അവന്റെ ഉള്ളില് എന്തോ ഒരു വിഷമമുണ്ട്. മീനാക്ഷിയോ അല്ല മിത്രയോടാണെങ്കിൽ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാന്ന് പറയണം. ഇനിയിപ്പോ ഒരുപക്ഷെ ആ അലോക വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയ മാമ, കാരണം അവന് ആ ക്വാറയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നോടൊന്ന് ഉടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇനിയിപ്പം മിത്രയോട് അതിന്റെ ദേഷ്യം ബലം തീർക്കാൻ ചെന്നിട്ടുണ്ടോ എന്ന് അറിയില്ലോ. ഇപ്പൊ അതാണോ ഇനിയിപ്പോ ആരിനെ അങ്ങനെ പെരുമാറുന്നേ? അങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. പിന്നെ എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് താനും. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇപ്പൊ നൂറ് പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ ഇതേ അനന്തേട്ടനാണെങ്കിൽ അനന്തേട്ടനും അച്യുതേട്ടനും കൂടിയിട്ട് ഇനിയിപ്പം വക്കീൽ നോട്ടീസ് അയക്കാൻ പോകുന്ന പറയുന്നത് കേട്ടു. അതിന്റെ പേരിൽ ആ സ്വർണം തിരിച്ചു കൊടുക്കുന്നതിന് ചൊല്ലി. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ലെന്ന് പറയണ. പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ മീനാക്ഷി, അല്ല ഇത്രയും സ്വർണം 101 പവന് 2 ദിവസം കൊണ്ട് ആര് തീർത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പാടാ. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കിടന്ന് ചീഞ്ഞു നടന്നുണ്ടോ എന്ന് സംശയം. മീനാക്ഷിക്ക് അങ്ങനെ തോന്നില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടതും മീനാക്ഷി ഒന്ന് ഞെട്ടി. എന്താ മറുപടി പറയണ്ടേ? കാരണം താനും അമ്മയും എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും. അത് പുറത്തു പറയാനും പറ്റില്ലോ. പിന്നീട് മീനാക്ഷി പറഞ്ഞു, അതുകൊണ്ടായിരിക്കില്ല, ഒരു പക്ഷേങ്കിൽ ആ കൃഷ്ണന്റെ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാഞ്ഞിട്ട് അലോക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കണം, അതായിരിക്കും കാര്യം എന്ന് പറയണം. എന്താണെങ്കിലും എനിക്കെന്തോ ഒരു സമാധാനം തോന്നില്ലെന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് പോവാണ്. പിന്നീട് മിത്ത ആരിനെ വിളിക്കുകയാണ്. ആരിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, വരാൻ പറയാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ മിത്ര കാത്തു നിൽക്കുകയാണ്. ആര്യം പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ എത്തിയേക്കാം, ഈ ഡെലിവറി ഒന്ന് കൊടുത്തിട്ട് വരാന്ന് പറയാണ്. അങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേനും ഒരു കാർ അങ്ങോട്ട് വന്ന് നിന്നെ കാറിനകത്തുനിന്നും മിഥുനും ഗുണ്ടകളും ഇറങ്ങുവാണ്. മിഥുൻ വന്നിട്ട്, ആഹാ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുവല്ലേ, നിന്നെ ഞാൻ എത്ര നാളെ കാത്തിരിക്കുന്നു ചോദിക്കാം. ഇത് കേട്ടോ മിത്ര വെച്ച്, നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കാണ്. എന്ത് വേണമെന്നാ? എന്ത് വേണം ഞാൻ കാണിച്ചരാ, എങ്ങോട്ട് വാടിയെന്നും പറഞ്ഞോണ്ട് മിത്രനെ പൊക്കിയെടുക്കുവാണ്. പൊക്കിയെടുത്ത് കാറിനകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാ. ആ സമയത്താണ് അങ്ങോട്ട് ആര്യം വരുന്നത്. ആര്യം വന്നപ്പോഴത്തേനും കാർ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആര്യം വന്ന് അവിടെ നോക്കി മിത്രനെ കണ്ടില്ല. അയ്യോ ഇവിടെ കാണുന്നില്ലോ, ഇവളിത് എവിടെ പോയി? അങ്ങനെ അവിടെയൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒരിടത്തും കാണുന്നില്ല. പെട്ടെന്നാണെങ്കിൽ ആരിനൊരു ഞെട്ടലുണ്ടായി. ഇനിയിപ്പം ഇതിനെങ്ങാനും തട്ടിക്കൊണ്ടുപോകാൻ മറ്റോ ചെയ്തോ? അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ആര്യന് ചാടി എഴുന്നേക്കുവാണ്. ആര്യന് ഉറക്കത്തിലൊരു സ്വപ്നം കണ്ട. കാരണം മിത്രനെ എന്തെങ്കിലും ചെയ്യുവോ മിഥുൻ നിറച്ച് ടെൻഷൻ ഉള്ളതുകൊണ്ട് അവ സ്വപ്നം കണ്ടാണ്. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് മിത്ര കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ്. ലൈറ്റ് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഭാഗ്യം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴൊരു സമാധാനമായത് സ്വപ്നമായിരുന്നു. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ പോകാൻ തുടങ്ങുമ്പോഴത്തേനും മിത്ര വിളിച്ചു, ആര്യ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ആരും ഓർത്ത് ഇവള് കിടന്ന് ഉറങ്ങിയില്ലേ എന്ന് ടെൻഷൻ ഉണ്ട്. പെട്ടെന്ന് മിത്ര എഴുന്നേറ്റ് വീട്ടിൽ ലൈറ്റ് ഇട്ടു. അല്ല ഇതെന്ത് പറ്റി ആര്യനെന്താ ഇവിടെ? അല്ല അത് പിന്നെ ഞാന് വെള്ളം കുടിക്കാനാ. അത് അപ്പുറത്തല്ലേ അടുക്കള, അതിന് ഇങ്ങോട്ട് വന്നേ. അത് ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത വീടല്ലേ, അതുകൊണ്ട് ഞാൻ മുറി മാറി കയറിയതാന്ന് പറയണം. അല്ല ആര്യ, അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്, സത്യം പറ, എന്തിനാ മുറിയിലേക്ക് വന്നെന്ന് ചോദിക്കുക. ഇത് കേട്ടോ ആര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ വെള്ളം കുടിക്കാനെന്ന്. അല്ല എന്നോട് വെറുതെ കള്ളത്തരമൊന്നും പറയാൻ വരണ്ട, എനിക്കറിയാം ആര്യനെ. കാരണം ആര്യം വേറെ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആര്യനെന്തോ ഒരു പേടിയുള്ള പോലെ. എന്താ ആര്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല. പിന്നീട് ആര്യൻ, നീ കടന്നുറങ്ങിക്കോളാൻ പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയതിന് മിത്രൻ, ആര്യ ഒരു മിനിറ്റ് എന്ന് പറയണ. എന്താ? എനിക്ക് എന്താളും സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്നെ ഇത്ര കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതിൽ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാ. കാരണം രാവിലെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുക, പിന്നെ വൈകുന്നേരം അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരിക, അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. ഒരു പക്ഷേങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല സ്നേഹങ്ങളൊക്കെ കിട്ടുന്ന എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയാം. കാരണം അമിതിനെ ഒരു പക്ഷേ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നൊക്കെ പറയാം. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ആരും പറഞ്ഞു, ഇതൊക്കെയാണോ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണേ. ഇതൊരു മിത്ര പറഞ്ഞു, അല്ല നിൽക്കറിയാം, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ടെന്ന് പറയണേ. ഇത് കേട്ട് ആര്യം പറഞ്ഞു, നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേന്ന് ചോദിക്കാം. മിത്ര പറഞ്ഞു, എൻ്റെ ഉറക്കം കളഞ്ഞ ആര്യനല്ലേ, ആര്യം വന്നിട്ടുണ്ടല്ലേ ഞാൻ എഴുന്നേറ്റെന്ന് ചോദിക്കുകയാണ്. മിത്ര പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇനി വേറൊരാളില്ല, ഞാൻ ആര്യനെ
ഭർത്താവായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വരാനും പോകുന്നില്ല. പിന്നെ ആരിന്റെ മനസ്സിൽ എന്താണെന്ന് ഉള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചോളം ഭാര്യയായതിനു ശേഷം അവരുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ആരിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ ആരിന് എൻ്റെ രൂപം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം ചിലർക്ക് അങ്ങനെയാ, ചിലരുടെ കളറോ അല്ലെങ്കിൽ വണ്ണവോ പൊക്കോ അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ആരിന് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റാത്തത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ, ആരിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയണം. ആര്യം പറഞ്ഞു, നീ എന്തൊക്കെയാ പറയണേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. ഒരാളുടെ രൂപമോ അങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നീ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് ആര്യനെ അങ്ങോട്ട് പോവാണ്. ഈ സമയം ഇത്ര ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. ആര്യ, നീ എത്ര എന്നെ നിന്ന് ഓടി ഒളിച്ചെന്ന് പറഞ്ഞാലും അവസാനം നീ എൻ്റെ അടുത്തേക്ക് വരും. അതെനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഞാൻ നിന്നെ അത്രയെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിന്നെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തും ആര്യ എന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് കിടക്കാൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ദേവമംഗലത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിങ്ങനെ ആനന്ദം നിൽക്കുകയാണ്. കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ധർമ്മൻ അങ്ങോട്ട് വന്നു. ധർമ്മം വന്നിട്ട് ചോദിച്ചു, എന്താ ആനന്ദേ, നീ എന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കുക. ഒന്നുമില്ല മാമ, എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, വന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല മാമ, ഇവിടെ മൊത്തം പ്രശ്നങ്ങളല്ലേന്ന് ചോദിക്കും. എന്ത് പ്രശ്നങ്ങൾ? അല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ആരിന്റെ പ്രശ്നങ്ങളെന്ന് ഓർത്ത് നോക്കി. 100 പ്രശ്നങ്ങളാ. വീട്ടിലൊരു സമാധാനം ഇല്ലെന്ന് പറയാണ്. അപ്പോഴേക്കും ആകാശം കൂടെ അങ്ങോട്ട് വന്നു. ആകാശം വന്നിട്ട് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കണേ. ദേ ഞാൻ ഈ ആനത്തിനോട് ചോദിക്കുക എന്ത് പറ്റിയെന്ന്. ഇവനാണ് ഉറക്കമൊന്നും ഇല്ലാതെ ഇവിടെ വന്ന് നിൽക്കുമെന്ന് പറയണം. എന്താ ആനന്ദേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അല്ലടാ ആകാശം, ഞാൻ ചിന്തിക്കുമായിരുന്നു ആരുടെ കാര്യമാണെങ്കിലും എൻ്റെ കാര്യമാണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയേ, എല്ലാം മൊത്തം പ്രതിസന്ധികളല്ലേ, എപ്പോഴും പ്രശ്നത്തോട് പ്രശ്നം തന്നെ. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടി നിൽക്കും. പരിഹാരം? എന്ത് പരിഹാരം? അതൊക്കെ ഉണ്ട്. എൻ്റെ കല്യാണക്കാരൻ തന്നെ ഓർത്ത് നോക്കിയേ, ഇനിയിപ്പോൾ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. ആ ഒരു പ്രതീക്ഷ എനിക്ക് പോയി. ഇനിയിപ്പം ഞാൻ എൻ്റെതായ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആനന്ദ് അങ്ങോട്ട് കയറിപ്പോണം. ഈ പോക്ക് കണ്ടത് ആകാശ് ധർമ്മനോട് ചോദിച്ചു, എന്താ മാമ എന്താ ഇതൊക്കെ നിൽക്കുകയാണ്. എനിക്കറിയത്തില്ല എൻ്റെ ആകാശെ, ഇവനും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നെന്ന് പറയാണ്. പിറ്റേ ദിവസം ഗോമതി അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയ സമയത്ത് മീനാക്ഷി അങ്ങോട്ട് വരുവാണ്. മീനാക്ഷി വന്നിട്ട്, അമ്മേ ചിലപ്പോൾ ഞാനിന്ന് അവിടെ മിത്രയുടെ അടുത്തോടെ കയറിയിട്ട് പോകത്തുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഗോമതി, എന്തിനാ മിത്ര അടുത്ത് കയറുന്നത്? അല്ല അത് പിന്നെ കാര്യം പറ. അല്ല വെറുതെ ഇടയ്ക്കൊന്ന് പോകുന്ന നല്ലതല്ലേന്ന് ചോദിക്കും. ആണോ? അതൊരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് പലഹാരം ഉണ്ടാക്കി തരാം, നീ അതും കൂടെ അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയണം. അതൊന്നും വേണ്ടമെന്ന് പറഞ്ഞാൽ, അതെന്താ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുചെല്ലാൻ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. അമ്മ പിന്നെ എപ്പോഴും ഇടയ്ക്കൊക്കെ പോകുമ്പോൾ കൊടുത്താൽ മതി. പിന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കയറത്തുള്ളൂ കേട്ടോ. കുറെ ഫയലുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഓഫീസിൽ നോക്കാനുണ്ട്, അതുകൊണ്ട് സമയം കിട്ടിയാൽ മാത്രമേ പോകത്തുള്ളൂ എന്ന് പറയാണ്. പിന്നീട് മീനാക്ഷി അങ്ങോട്ട് പോകുന്ന ലോകത്തേനും ഗോമതി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കുകയാണെന്ന് പറയും. അല്ല എന്ത് കാര്യമേ, എന്താ സംസാരിക്കാനുള്ളേ? അല്ല അത് പിന്നെ ഞാൻ പറയുന്നോണ്ട് മോൾക്ക് എന്നോട് ദേഷ്യം തോന്നുമെന്ന് ചോദിക്കാം. എന്തിനാ എനിക്ക് ദേഷ്യം തോന്നേ? എനിക്ക് ദേഷ്യം തോന്നത്തില്ല എന്ന് പറയാം. അമ്മ കാര്യം പറ. അല്ല അപ്പുറത്ത് ആ കൃഷ്ണമക്കളത്തെ ഏട്ടന്മാരെന്തോ ഒരു ഫയൽ കൊണ്ട് തന്നിട്ടില്ലേ, അപ്പൊ അതിന്റെ പറ്റുന്ന കാര്യമാണെങ്കിൽ മോൾ അതങ്ങ് നടത്തി കൊടുത്തേരെ. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അമ്മ ഉദ്ദേശിക്കുന്ന ആ ക്രഷർ യൂണിറ്റിന്റെ കാര്യമാണ് അമ്മേ, അതങ്ങനെ നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. അല്ല മോളെ, ഞാൻ നോക്കിയിട്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല അതല്ലേ. എനിക്കറിയാം അമ്മയുടെ മനസ്സ്, രണ്ട് കുടുംബക്കാരും തമ്മിൽ ഒത്തൊരുമയോടെ പോകണമെന്നല്ലേ. പക്ഷെ അതങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അത് നാടിന് ദോഷം ചെയ്യുന്ന കാര്യമേ. ഞാനൊന്നുമില്ലേലും ജോലിക്കാരിയല്ലേ, സർക്കാരിന് ശമ്പളം മേടിക്കുന്നല്ലേ, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നതല്ലേ. അപ്പൊ എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മേശപ്പുറത്തൊരു ഫയൽ വന്ന ഉടനെ ഞാൻ ചെയ്തു കൊടുക്കുന്ന അമ്മയെന്ന് പറയാണ്. അമ്മയ്ക്കോട് ദേഷ്യവും തോന്നില്ലെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി പെട്ടെന്ന് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മീനാക്ഷി, എന്താമ്മേ അമ്മയ്ക്ക് ദേഷ്യമായെന്ന് നിൽക്കുക. അതല്ല മോളെ, ഒരു ചന്ദനത്തിരിയുടെ മണം വരുന്നില്ലേന്നിരിക്കും. അതെ, ഒരു മണിയടി ശബ്ദം വരുന്നില്ലെന്നിരിക്കും. അതേല്ലോ അമ്മേ, വാന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ പൂജാമുറിയില് കാവ്യ വസ്ത്രം തലയിൽ ഇങ്ങനെ കാവ്യ തോർത്തും അതൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നു. നോക്കി കഴിഞ്ഞപ്പത്തിന് ആനന്ദ് ഇങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കുക. വിഗ്രഹങ്ങൾക്കൊക്കെ മുന്നിൽ മണി അടിച്ചിങ്ങനെ പൂജ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടതും ഗോമതിയും മീനാക്ഷിയും പരസ്പരം നോക്കുകയാണ്. അവർക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. പെട്ടെന്ന് ഗോമതി, എന്താ മോളെ, എനിക്കറിയില്ല എന്ന് പറയണം. അങ്ങനെ പൂജിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഗോമതിനെയും മീനാക്ഷിനെ കാണുന്നത്. പെട്ടെന്ന് ആ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം മീനാക്ഷിക്ക് ആ പ്രസാദ് ചന്ദനമൊക്കെ അവർക്ക് കൊടുക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷി ചോദിച്ചു, അല്ല ഇതെന്താ ആനന്ദേട്ടാ, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഗോമതി ചോദിച്ചു, എന്താ മോനെ, ഇതെന്താ കാര്യം എന്ന് ചോദിക്കണം. അമ്മേ, ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെയായിരിക്കും എന്ന് പറയണം. ഇങ്ങനെയോ? അതെ, ഞാനിങ്ങനെ ഈ സന്യാസ വേഷത്തിലേക്ക് പോവാന്ന് പറയണം. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം ഇതാ. എൻ്റെ ഇനിയിപ്പോൾ ഏറ്റവും പുതിയത് സത്യത്തെ കണ്ടെത്തലാന്ന് പറയണം. ദേ ഇവിടെയുള്ള എല്ലാം മായയാണ്, നമ്മൾ ആ മായയിൽ നിന്ന് ഉണർന്നേ പറ്റുള്ളൂ.
എന്നൊക്കെ പറയാണ്. ഭയങ്കര തത്വങ്ങളും കാര്യങ്ങളെല്ലാം പറയാണ്. പെട്ടെന്ന് ഗോമതിക്കാണ് ആകെപ്പാടെ ഭ്രാന്തെടുക്കുന്ന പോലെ ഗോമതി പറഞ്ഞു, എന്താ മോനെ നീ എന്താ കാണിക്കണേന്ന് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, അമ്മേ ഇത് വെറുതെ ആനന്ദേട്ടൻ ഒരു പ്രാങ്ക് കാണിക്കുന്നെന്ന് പറയണ. എന്ത് ഭ്രാന്താണേലും കുഴപ്പമില്ല, ഇതേ ഈ വസ്ത്രമൊക്കെ നീ പോയി അഴിച്ചു വെച്ചേ, മര്യാദയ്ക്ക് വേഷം ധരിച്ച് ഓഫീസിൽ പോകാൻ നോക്കാൻ പറയണം. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അമ്മേ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ടി കുറെ കല്യാണമൊക്കെ ആലോചിച്ചു, ഒന്നും ശരിയായല്ലോ. അതിനർത്ഥം എന്താ? എനിക്ക് അതിനുള്ള ഇതില്ല. കാരണം എന്നെ ദൈവം സന്യാസത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആ പാത പിന്തുടരാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയണേ. ഇത് കേട്ടതും ഗോമതിക്ക് മനസ്സിലായി ഇത് പ്രാങ്കൊന്നുമല്ല, ഇവരെന്തോ വേറെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇവനിങ്ങനെ ഇവന് സന്യാസത്തിലേക്ക് ഇങ്ങനെ പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയുടെ സമനില തെറ്റുന്ന പോലെ. ഗോമതി പെട്ടെന്ന് പറഞ്ഞു, മീനാക്ഷി സാരമില്ലമ്മേ, ഇതൊക്കെ നേരെയാക്കി എടുക്കാന്ന് പറയാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മീനാക്ഷിനെ, അല്ല ഗോമതിയെ മീനാക്ഷി കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് ഗോമതി എന്ത് ചെയ്യാണ്, അകത്തേക്ക് ബാലിനെ വിളിക്കുകയാണ്. ബാലേട്ട പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറയാം. എന്താ കാര്യം? അത് ഒരു പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയണം. ഇതേ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമാണ്, നീ പറ ഗോമതി, ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റുന്നതല്ല, ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറയണം. പെട്ടെന്ന് ധർമ്മം ചോദിച്ചു, എന്താളി എന്താ കാര്യം? എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു പറയണം. എന്നാൽ ശരി പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ആ സമയം മീനാക്ഷി എന്ത് ചെയ്യുകയാണ്, മീനാക്ഷി പതിവ് പോലെ തന്നെ ഓഫീസിലേക്ക് പോകാനിട്ടിറങ്ങി. അങ്ങനെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് മിത്ര അടുത്ത് കയറിട്ട് പോകാൻ നിർത്തണം അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ ഫ്രണ്ട് കഥ അടച്ചിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തു, അടുക്കള കഥ വഴി അകത്തേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ കയറി ചെന്നപ്പോൾ മിത്ര അടുക്കളയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് മീനാക്ഷി അരിയിലേക്ക് വന്നേ. മീനാക്ഷിനെ കണ്ട് ഒരു നിമിഷം മിത്ര ഒന്ന് അലറി വിളിച്ചു. പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല, ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടപ്പത്തിന് പെട്ടെന്ന് ഞെട്ടിപ്പോയതാ. ഈ അലറി കടിച്ചത് കേട്ടോണ്ടാണ് ഓടി ആര്യനെ അങ്ങോട്ട് വരുന്നത്. ആര്യം വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ദേ എന്നെ കണ്ടിട്ട് മിത്ര പേടിച്ചു പോയതാന്ന് പറയും. അല്ല മീനാക്ഷി ചേച്ചി എങ്ങനെ ഇങ്ങോട്ട് വന്നിരിക്കും? ഞാൻ പുറകു വഴി ഫ്രണ്ടിലത്തെ കഥ അടച്ചിട്ടേക്ക് വരുന്നു, അതുകൊണ്ട് പുറകെ കൂടെ കയറി വന്ന് പറയണം. പെട്ടെന്ന് ആരും ചോദിച്ചു, ദേ മീനാക്ഷി, അല്ല ദേ മിത്ര, നീ ഈ ബാക്ക് ഡോർ അടച്ചിട്ടില്ലായിരുന്നു ചോദിക്കണം. അല്ല അത് പിന്നെ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ, ഇവിടെ അടച്ചിട്ടൊക്കെ ഇരിക്കണ്ടേന്ന് ചോദിക്കും. ഓ ഞാൻ വന്നാണോ കുഴപ്പമെന്ന് ചോദിക്കണം. ഞാൻ പുറവശം വഴി കയറിയതുകൊണ്ടാണോ പ്രശ്നം എന്ന് ചോദിക്കും. അതല്ല മീനാക്ഷി എടുത്തി, ഇവിടെ പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ, പരിചയമായി വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വല്ല കള്ളന്മാരൊക്കെ ഇങ്ങനെ പുറയുന്നു വന്ന് കയറിയാലോ. ഇത് കേട്ടതും മിത്രമാണ്, പിന്നെ കള്ളന്മാര് കയറി എന്നെ കൂടെ പിടിച്ചോണ്ട് പോയില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഇങ്ങനെ മിത്രനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.